പശ്ചിമേഷ്യയിൽ സമാധാനത്തിന്റെ വെള്ളക്കൊടി വീശും എന്നുള്ള വാർത്തകൾ കാത്തിരുന്ന ലോകത്തിന് മുൻപിലേക്ക് ഇപ്പോൾ കേൾക്കുന്നത് ഇസ്രായേലിന്റെ കനത്ത ബോംബിങ്ങിന്റെ വാർത്തകളാണ്. അതായത് ട്രംപ് ഇറാനുമായിട്ട് ഒപ്പുവെച്ചിട്ടുള്ള സമാധാന കരാറിനൊക്കെ തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെയൊക്കെ തന്നെ ബോംബിട്ട് തകർത്തുകൊണ്ടാണ് ഇസ്രായേൽ ഇപ്പോൾ തങ്ങളുടെ നിലപാട് ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ സമാധാന കരാർ ഒപ്പുവെച്ചതിന് പിന്നാലെ തെക്കൻ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി 18 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. മേഖലയിലെ വിവിധ ഇടങ്ങളിൽ രാത്രി വൈകിയും ഇപ്പോഴും ഇസ്രായേൽ സൈന്യം ശക്തമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് തുടരുകയാണ്. വ്യാഴാഴ്ച ഫ്രാൻസിലെ വെഴ്സായിൽ വെച്ചാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായി ഒപ്പുവെച്ച ചരിത്രപരമായ ധാരണാപത്രത്തിന് ശേഷം ഇസ്രായേൽ നടത്തുന്ന ആദ്യത്തെ വലിയ ആക്രമണമാണിത്. അതായത് ആ കരാർ ഒപ്പുവെച്ച് 24 മണിക്കൂർ തികയും മുമ്പാണ് ഇസ്രായേലിന്റെ ഈ ഒരു കനത്ത വ്യോമാക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇറാനെതിരെയുള്ളതും ലെബനൻ ഉൾപ്പെടെയുള്ള എല്ലാ യുദ്ധമുഖങ്ങളിലെയും സൈനിക നടപടികൾ പൂർണ്ണമായി അവസാനിപ്പിക്കാൻ അമേരിക്ക ഇറാൻ ധാരണാപത്രം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ തെക്കൻ ലെബനനിലെ ഇറാന്റെ യുദ്ധമുഖത്തുള്ള ഹിസ്ബുള്ള തീവ്രവാദികളെയും അവരുടെ താവളങ്ങളെയുമാണ് തങ്ങൾ ലക്ഷ്യമിട്ടതെന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത്. ഇറാൻ പിന്തുണയുള്ള സംഘം ആവർത്തിച്ചുള്ള വെടിനിർത്തൽ ലംഘനങ്ങൾ നടത്തിയതിന് മറുപടിയായാണ് ആക്രമണങ്ങൾ നടത്തിയതെന്നും ഇസ്രായേൽ വ്യക്തമാക്കിയതായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളായിട്ടുള്ള റോയിട്ടേഴ്സ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തെക്കൻ ലെബനനിലുടനീളമുള്ള ഹിസ്ബുള്ളയുടെ താവളങ്ങളിൽ രാത്രിയോടെ ആക്രമണം തുടങ്ങിയതായും മേഖലയിലെ സ്ഥിതിഗതികൾ ഇപ്പോൾ സങ്കീർണമായി തുടരുന്നതിനാൽ ആക്രമണം തുടരുകയാണെന്നും ഇസ്രായേൽ സൈനിക വക്താക്കൾ അറിയിച്ചു. ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതിനെ തുടർന്ന് ലെബനൻ, ഹിസ്ബുള്ള, ഇസ്രായേൽ എന്നിവയുൾപ്പെടെ എല്ലാ യുദ്ധമുഖങ്ങളിലും പൂർണ്ണമായ വെടിനിർത്തൽ അമേരിക്ക പ്രതീക്ഷിക്കുന്നുവെന്നും ട്രംപ് പറഞ്ഞിരുന്നു. നമ്മുടെ ചർച്ചകൾ മനോഹരമായി വികസിക്കാൻ അനുവദിക്കുന്നതിനുള്ള പ്രതിബദ്ധത നിലനിർത്താൻ മിഡിൽ ഈസ്റ്റ് മേഖലയിലെ എല്ലാവരെയും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇറാനുമായുള്ള ഏകദേശം 4 മാസത്തെ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതിന് പിന്നാലെ ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ എഴുതിയ വരികളാണിത്. എല്ലാ യുദ്ധമുഖങ്ങളെയും വെടിനിർത്തൽ നടപ്പാക്കാൻ ആഹ്വാനം ചെയ്യുന്ന താൽക്കാലിക കരാറിൽ അമേരിക്കയും ഇറാനും ഒപ്പുവെച്ചതിന് തൊട്ടടുത്ത ദിവസവും തെക്കൻ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് 18 പേർ ഇപ്പോൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. തെക്കൻ ലെബനന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് നീങ്ങുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രായേൽ നടത്തിയ 4 ദിവസത്തെ സൈനിക നീക്കം തങ്ങൾ തടഞ്ഞതായി ഹിസ്ബുള്ള അവകാശപ്പെടുന്നതിനിടെയാണ് കെഫാർ തെബ്നിറ്റിന് സമീപവും സബാദിനിലും ഇസ്രായേലിന്റെ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായത്. കെഫാർ തെബ്നിറ്റ് നഗരത്തിന് സമീപം ഇസ്രായേൽ ഡ്രോൺ കാറിലിടിച്ച് 2 പേർ കൊല്ലപ്പെട്ടതായും ലെബനന്റെ നാഷണൽ ന്യൂസ് ഏജൻസികൾ വ്യക്തമാക്കുന്നുണ്ട്. സബാദിനിലുണ്ടായ മറ്റൊരു ഇസ്രായേൽ ആക്രമണത്തിലും ഒരാളും കൊല്ലപ്പെട്ടു. ഇസ്രായേൽ ആക്രമണത്തെ തങ്ങൾ ശക്തമായി പ്രതിരോധിച്ചതായിട്ടാണ് ഹിസ്ബുള്ള പ്രസ്താവനയിൽ അറിയിച്ചിരിക്കുന്നത്. 4 ദിവസത്തെ ഓപ്പറേഷനിൽ ഡ്രോണുകൾ, റോക്കറ്റുകൾ, പീരങ്കികൾ എന്നിവ ഉപയോഗിച്ച് തങ്ങളുടെ പോരാളികൾ ഇസ്രായേൽ സൈനികരെയും ടാങ്കുകളെയും ലക്ഷ്യമിട്ടതായും സംഘം പറഞ്ഞു. ഹിസ്ബുള്ളയുടെ അഭിപ്രായത്തിൽ ആ ആക്രമണങ്ങൾ ഇസ്രായേൽ സൈന്യത്തെ കഫാർ തെബ്നിറ്റിലേക്ക് മുന്നേറുന്നതും തടഞ്ഞു. പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനത്തിന് വഴി തുറന്ന് ഇറാനും US-ഉം ഇടക്കാല സമാധാന കരാറിൽ ഒപ്പുവെച്ചെങ്കിലും കല്ലുകടികൾ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് ഈ ആക്രമണം. ലെബനനിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നതും ഹിസ്ബുള്ളയുടെ തിരിച്ചടിയും തുടർ ചർച്ചകളെ അനിശ്ചിതത്വത്തിലാക്കുന്നതാണ് ഈ ഒരു കാര്യം. അന്തിമ കരാർ ലക്ഷ്യമിട്ട് സ്വിറ്റ്സർലാൻഡിൽ വെള്ളിയാഴ്ച നടത്താനിരുന്ന ആദ്യഘട്ട ചർച്ച ഇതുമൂലം റദ്ദാക്കിയിരിക്കുകയാണ്. ലെബനനിൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് ചൂണ്ടിക്കാട്ടി ഇറാൻ ചർച്ചകളിൽ നിന്ന് പിൻവാങ്ങിയതോടെ US വൈസ് പ്രസിഡന്റ് JD വാൻസ് സ്വിറ്റ്സർലാൻഡിലേക്കുള്ള യാത്ര റദ്ദാക്കിയിരുന്നു. US-ഉമായുള്ള ചർച്ചകൾ പുനരാരംഭിക്കുന്നതിന് മുമ്പ് ലെബനനിലെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കുമെന്ന് ഉറപ്പ് നൽകണമെന്ന ആവശ്യം ഇറാൻ മുന്നോട്ട് വെച്ചതായി നയതന്ത്രജ്ഞരെ ഉദ്ധരിച്ച് CNN റിപ്പോർട്ട് ചെയ്തു. ഒപ്പുവെച്ച കരാറിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ലെബനനിലെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന ഉറപ്പ് ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മധ്യസ്ഥർ നിലവിൽ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ്. ഇറാൻ US കരാറിനെ എതിർക്കുന്ന ഇസ്രായേൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് കനത്ത വ്യോമാക്രമണം ലെബനനിൽ നടത്തി തുടങ്ങിയത്. ഇതിന് പിന്നാലെയാണ് ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ 4 ഇസ്രായേലി സൈനികരും കൊല്ലപ്പെട്ടത്. തുടർന്ന് രൂക്ഷ പ്രതികരണവുമായി ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി ഇതാമർ ബെൻഗുറും രംഗത്തെത്തി. ലെബനൻ മുഴുവൻ കത്തിയെരിയണമെന്നും ഉന്മൂലനം ചെയ്യണമെന്നാണ്
ഇസ്രായേൽ മന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓരോ ഇസ്രായേലി അമ്മമാരുടെ കണ്ണുനീരിനും 1000 ലെബനീസ് അമ്മമാർ കരയേണ്ടി വരും. ലെബനൻ മുഴുവൻ കത്തി നശിക്കട്ടെ. മിഡിൽ ഈസ്റ്റിൽ അളന്നുള്ള പ്രതികരണങ്ങൾ കൊണ്ടോ സംയമനം കൊണ്ടോ ജയിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ഭ്രാന്തന്മാരായി മാറണം, ഉന്മൂലനം ചെയ്യണം, ഭീകരതയെ തകർക്കണം എന്നാണ് ബെൻഗുർ എക്സിൽ കുറിച്ചിരിക്കുന്നത്. ഇറാൻ US കരാറിൽ ലെബനനിൽ വെടിനിർത്തൽ അടക്കം ഉൾപ്പെട്ടിരുന്നു. എന്നാൽ ഇസ്രായേൽ മന്ത്രിമാർ ഇത് അംഗീകരിച്ചിരുന്നില്ല. തെക്കൻ കിഴക്കൻ ലെബനനിൽ ഉടനീളം ഒറ്റ രാത്രി കൊണ്ടാണ് ഒന്നിലധികം ആക്രമണങ്ങൾ നടത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേന പറഞ്ഞിരിക്കുന്നത്. ഹിസ്ബുള്ള പ്രവർത്തനങ്ങൾക്കും വെടിനിർത്തൽ ലംഘനങ്ങൾക്കുമുള്ള മറുപടിയായിട്ടാണ് ഈ ഓപ്പറേഷനെ വിശേഷിപ്പിച്ചത്. ഇസ്രായേൽ സൈന്യം ഒരു പ്രസ്താവനയിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: കുറച്ചു കാലം മുമ്പ് ഇസ്രായേൽ സൈനികർക്കെതിരെ ഭീകരാക്രമണങ്ങൾക്ക് തയ്യാറെടുക്കുകയും നടത്തുകയും ചെയ്യുന്ന ഹിസ്ബുള്ളയുടെ ആവർത്തിച്ചുള്ള വെടിനിർത്തൽ ലംഘനങ്ങൾക്ക് മറുപടിയായി ബെക്ക താഴ്വരയിലെ ഹിസ്ബുള്ളയുടെ അടിസ്ഥാന സൗകര്യ കേന്ദ്രങ്ങൾ സൈന്യം ആക്രമിച്ചു. അതിർത്തിക്കടുത്ത് വിന്യസിച്ചിരിക്കുന്ന ഇസ്രായേൽ സേനയ്ക്ക് ഹിസ്ബുള്ള ഭീഷണി ഉയർത്തുന്നത് തുടരുകയാണെന്നും ഏറ്റവും പുതിയ ആക്രമണങ്ങളെ ആവശ്യമായ സുരക്ഷാ നടപടികളുമായി ന്യായീകരിക്കുന്നതെന്നും സൈന്യം വാദിച്ചു. തെക്കൻ ലെബനനിൽ 4 ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ട ആക്രമണത്തെ തുടർന്നാണ് ഓപ്പറേഷൻ നടത്തിയതെന്നും ഇസ്രായേൽ പറഞ്ഞതായി AFP റിപ്പോർട്ട് ചെയ്യുന്നു. മരിച്ചവരിൽ ഒരാൾ ലഫ്റ്റനന്റ് കേണലാണെന്നും ഇസ്രായേൽ സൈന്യം തിരിച്ചറിഞ്ഞു. ശേഷിക്കുന്ന 3 സൈനികരുടെ പേര് വിവരങ്ങൾ പിന്നീട് പുറത്തുവിടുമെന്നാണ് ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നത്. ഇസ്രായേലും ലെബനനും തമ്മിലുള്ള ശത്രുത അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ട് അടുത്തിടെ ഒപ്പുവെച്ച ഇറാൻ US കരാറിലെ വ്യവസ്ഥകൾ ഉണ്ടായിരുന്നിട്ടും ഏറ്റവും പുതിയ അക്രമം നടക്കുന്നു. വടക്കൻ ഇസ്രായേലിൽ ആക്രമണം നടത്താൻ ഹിസ്ബുള്ളയ്ക്ക് ശേഷിയുള്ളത്തോളം കാലം അവർക്കെതിരായ സൈനിക നടപടികൾ തുടരണമെന്നാണ് ഇസ്രായേൽ ആവർത്തിച്ച് വാദിക്കുന്നത്. ഹിസ്ബുള്ളയിൽ നിന്നുള്ള ഭീഷണികളെ നേരിടാൻ തെക്കൻ ലെബനന്റെ ചില ഭാഗങ്ങളിൽ സൈനിക നടപടിക്ക് സ്വാതന്ത്ര്യം ആവശ്യമാണെന്നും ഇസ്രായേൽ ഉദ്യോഗസ്ഥരും വാദിച്ചു. അതേസമയം രാജ്യത്തിന്റെ തെക്കൻ പ്രദേശങ്ങളിലുടനീളം ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഉണ്ടായ നാശനഷ്ടങ്ങളും ലെബനൻ അധികൃതർ റിപ്പോർട്ട് ചെയ്യുന്നത് തുടരുന്നു. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള കരാറിനെ തുടർന്ന് ഉയർന്നു വന്ന വിശാലമായ നയതന്ത്ര ചട്ടക്കൂടിന്റെ ദുർബലതയാണ് ഏറ്റവും പുതിയ സംഘർഷം അടിവരയിടുന്നത്. US, ഇറാൻ, ഖത്തർ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള ആസൂത്രിത ചർച്ചകളാണ് മാറ്റിവെച്ചത്. ഈ ചർച്ചകൾക്ക് സൗകര്യമൊരുക്കാൻ സ്വിറ്റ്സർലാൻഡ് തയ്യാറാണ്. ബർഗൻസ്റ്റോക്കിൽ പ്രസക്തമായ തയ്യാറെടുപ്പ് പ്രവർത്തനങ്ങൾ തുടരുകയാണ്. നിലവിൽ കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയില്ല എന്നാണ് അവിടുത്തെ മന്ത്രാലയം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. ഇറാൻ US കരാറിന്റെ വിവിധ വശങ്ങൾ നടപ്പിലാക്കുന്നതിലും സംഘർഷത്തെ തുടർന്ന് ദീർഘകാല പരിഹാരം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അതെല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ അവിടെ ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുന്നത്.